ഗൈസ് ഇന്നൊരു ഡിഫറെൻറ്റ് വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നൊരു ക്യാമ്പിങ്, ചെറിയൊരു 1 ഡേ ട്രിപ്പ്, അങ്ങനെ ആ ഒരു സെറ്റപ്പിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കാനഡയുടെ സ്വന്തം ടിം ഹോട്ടനിൽ നിന്ന് ചായ കുടിച്ച് പോകാൻ വേണ്ടിയാണ്. നമ്മൾ ഫുൾ സെറ്റപ്പിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഓഫ് റോഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജീപ്പിലാണ് പോകുന്നത്. അപ്പോൾ ജീപ്പ് ആരുടെയാണ്, നമ്മുടെ കൂടെ ആരൊക്കെയാണുള്ളതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഫുൾ നമ്മൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കോഫി കഴിക്കാം. ഗൈസ് കാനഡയുടെ സ്വന്തം ചായക്കടയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിപ്പോടെ ചായ ഒന്നും കിട്ടില്ല. മഫിന്, ഡോണറ്റ്, പിന്നെ ക്രൊസാൻറ്റ്, ഇതൊക്കെയാണ് ഇവിടെ രാവിലെ കഴിക്കുന്നത്. ബേഗിള്. പിന്നെ നമ്മുടെ കൂടെ ആരാന്നല്ലേ, കട്ടയ്ക്ക് കട്ടള പോലെ ജോസേട്ടൻ ഒരു ഹായ് പറഞ്ഞു. ആ പിന്നെ വേറൊരു ടീം കൂടെ ഉണ്ട്, സിനിമാറിനാണ്. പരിചയപ്പെടാം, നമുക്ക് പരിചയപ്പെടാം. ആളിവിടെ ഉണ്ട്. ഇങ്ങനെ നാളെ ആരോടും മിണ്ടത്തില്ല. ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവനാണ് ഇൻട്രോവേർട്ട്. പരിചയപ്പെടുത്താം. ഇമോട്ടനിൽ നിന്ന് തുടങ്ങി ചെറിയ റാപ്പും. അപ്പോൾ ഇനി നമ്മൾ ജീപ്പ് വെളി കിടപ്പുണ്ട്, സെറ്റാകുന്നു. വേറെ തന്നെ വഴി. നമ്മളിപ്പോൾ ആബട്ട്ഫോർഡ് കവർ ചെയ്ത് ചില്ലിവാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും മൗണ്ടൻ്റെ മണ്ടൊക്കെ ഇപ്പോഴും വൈറ്റ് ആണ്. വേറെ തന്നെ വൈബ്. അതുകൊണ്ട് വൈറ്റ് സ്നോ ഒക്കെ കയറി ഇതെനിക്ക് ഇത് 365 ഡേയ്സും വൈറ്റ് ആണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ജോസേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈക്കിങ് അങ്ങനത്തെ സെറ്റപ്പൊക്കെ. ഇവിടുന്ന് ഇങ്ങനെ മൗണ്ടൻ്റെ ചെറിയ വ്യൂ ഒക്കെ കിട്ടും. ആ സൺറൈസ് ആയിരിക്കും എന്താ വൈബ്. കൂടുതൽ റോഡിന്റെ കാഴ്ച വർപ്പിക്കുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് വേറെ തന്നെ വൈബാ. ടിം ഹോട്ടൻ ഗൈസ് ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. അന്യ ഓഫ് റോഡിങ് ആയിരിക്കും. പ്രദേശം പോലത്തെ ഒരു സെറ്റപ്പാണ്. അടിപൊളി വൈബാണ് ഇവിടെ. ഇവിടെ അധികം ആളുകളൊന്നുമില്ല. പക്ഷെ മൊത്തം ഇവിടുത്തെ ലേക്ക് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെയാണ്. ആ ഗൈസ് പോകുന്ന വൈബ്, ഈ റോഡിന്റെ ഒരു വൈബ് ഉണ്ട്. വേറെ തന്നെ അപ്പൊ സിനിമാ നടൻ എന്ന് നമ്മളിപ്പോ ആളെ പരിചയപ്പെടുത്താൻ പോകണം. ഷിപ്പിനാണ് ആള്. സിനിമാ നടൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇത് ബാലതാരമാണ്. ഇപ്പം ആള് സെറ്റായ പിന്നെ അങ്ങനെ പടത്തിലൊന്നുമില്ല. ചില നടത്ത് കണക്കുകളിലൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങള് മെയിനായിട്ട് പറയുകയാണെങ്കിൽ മരിയൻ എന്ന് പറഞ്ഞ ആൽബത്തിലെ അമ്മേ അമ്മേ തായി എന്ന് പറയുന്ന ആ ലിങ്ക് ഞാൻ ഡിസ്ട്രിബ്യൂഷനിൽ കൊടുക്കാം. അതിനകത്ത് ആ കുട്ടി ആണ് ഈ വരുന്ന വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ആളുടെ വിഷയങ്ങളുണ്ട്. അപ്പൊ ആ ഒരു കുട്ടി ഇന്നീ വളർന്ന് വലിയൊരു കുട്ടിയായ എന്റെ ഒരു വലിയ കഥ. ആള് ചില്ലറക്കാരനൊന്നുമല്ല. വാൻകൂറിലായിട്ട് ആള് കുറച്ച് നാളായി. നല്ലൊരു ഓഫ് റോഡറാണ്. നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ഉണ്ട്. കട്ടക്ക് കട്ടുള്ള പോലെ. അപ്പൊ ആളുടെ വിശേഷങ്ങളുണ്ട്. എന്നാ ഷിബിനൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം പോലെ ആള് നമ്മുടെ കൂടെ ഉണ്ട്. എനിക്കിപ്പോ നമ്മൾ ചില ആൾക്കാരുണ്ടല്ലോ, നമ്മളൊന്നും ചാനൽ സെറ്റ് ആകുന്നുണ്ട്, അവരെ കളഞ്ഞിട്ട് പോകും. നമുക്കതില്ല. നമ്മൾ തുടങ്ങിയ കാലം നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ആളെ ഇരുന്ന് കൊടുക്കുന്നത്. പിന്നെ കട്ടക്കേട്ടുള്ള ഒരു ദിവസമുണ്ട്. അത് ഈയുള്ള പല വീഡിയോസും ചെറിയ എഡിറ്റ് ചെയ്തതാണ്. നമ്മൾ കൈസത്തെ ഏതാണ്ട് അവിടെ അടുത്തു കൽപ്പത്തേക്ക് എന്ന് പറഞ്ഞ ലിങ്കാണ് നമ്മുടെ ഫോക്കസ്. നമ്മൾ വേറെ കൽപ്പത്തേക്കല്ല നമ്മുടെ മെയിൻ ഇത്. നമ്മൾ ചില്ലിവാക്കിലേക്കിന്റെ അവിടെ നമ്മൾ ഇരുന്ന് കുക്കൊക്കെ ചെയ്ത് ആ സെറ്റപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓണല്ലേ നമ്മൾ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കും. ജോസേട്ടനുണ്ട് കട്ടക്ക് കെട്ടുള്ളതല്ലേ, ഷെവിൻ ബ്രോ ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ചെറിയ ഗ്രോസറി സ്റ്റോർ നിർത്തി. നമ്മൾ ഇതൊന്നും മേടിച്ചില്ലായിരുന്നു. അതാ പ്രൊപ്പൈന്, ഫയർവുഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടി കഴിച്ചപ്പോൾ ഞങ്ങളിവിടെ പ്രൊപ്പൈൻ മേടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇതൊക്കെ നമുക്ക് ക്യാമ്പിങ്ങിന് മുമ്പ് വളരെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നല്ലത് നോക്കി കിട്ടും. പൈസ നിങ്ങളല്ലേ കൊടുക്കുന്നത്. സ്പോൺസർ ജോസേട്ടൻ കേട്ടോ. പിന്നെ കഴിഞ്ഞ അതൊക്കെ പിന്നെ പറയാം. ജോസേട്ടനെ പറ്റി ഒന്ന് രണ്ട് കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്, ഇമെയിൽസ്. അതിൽ മെയിൻ ആയിട്ടുള്ള കമന്റ് എന്താണെന്ന് വെച്ചാൽ ജോസേട്ടൻ കല്യാണം കഴിച്ചതാണ്. ജോസേട്ടൻ കല്യാണം കഴിച്ചതാണ്. സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. അതൊക്കെ ഞാൻ പിന്നിടാം വ്ളോഗ്. ജോസേട്ടൻ്റെ ഫാമിലി വ്ളോഗ് പിന്നെ വരുന്നുണ്ട്. അപ്പോൾ ജോസേട്ടൻ ഒന്ന് രണ്ട് കാനഡത്തിനുള്ള കുട്ടികൾ. അപ്പോൾ കല്യാണം തന്നെയാണ് സംഭവം. അപ്പോൾ അത് പിന്നിടാം, പിന്നെ പറയാം അതിനെ പറ്റിയൊക്കെ. അത് രണ്ടെണ്ണം എടുത്തു. ഇവിടെ സ്റ്റൗവ്, പോർട്ടബിൾ സ്റ്റൗവ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ചില്ലിവാക്ക് ലേക്കിലോട്ട് പോകുന്ന വഴിയാണ്. കട വേറെ തന്നെ വഴിയാണ്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. എനർജി ഡ്രിങ്ക് വേണം ബ്രോ. എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ. ഫിഷിങ്ങിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, റോഡ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കട കൊള്ളാം കേട്ടോ ഗൈസ്. ബ്രോ വച്ചോ. ഈ അങ്കിളാണ് ഇവിടെ കട നടത്തുന്നത്. നമുക്ക് ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ ബ്രോ?
ബിസിനസ്സുകാർ കാശ് വിട്ട് നടക്കത്തില്ലല്ലോ. കാടൂരി എറിയുക. ജീപ്പ് സെറ്റ് ആയിട്ടുണ്ട്, ഇറക്കുന്നു. ഷെബിബ്രോ ജീപ്പ് ഓടിക്കുന്നത്. ഷെബിബ്രോ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിങ്ങിന്റെ ഒരു ഉസ്താദ് എന്നൊക്കെ വേണേൽ പറയാം. വൻപര ഓഫ് റോഡർ. പച്ചക്കോ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാ. ഇനി ഇവിടുന്ന് ഒരു അടുത്തായി ഞങ്ങളുടെ ക്യാമ്പിംഗ് സ്പോട്ടായി. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ബ്രോ വാട്സ്ആപ്പ്. ഒരു വലിയ ചാലഞ്ചിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസ് ഏതാണ്ട് തീരാറായി. ഇതിനടുത്തിടയ്ക്ക് അവിടെ ഗ്യാസ് സ്റ്റേഷനോ ഒരു വണ്ടിയോ ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കളി വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വേറെ ലെവല്. അപ്പോൾ അത് മനഃപൂർവ്വം ഞങ്ങൾ ചെയ്തതാണ്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ സ്റ്റക്ക് ആകണം. എവിടെ വരെ പോകുന്നത് നോക്കാം. അപ്പൊ നമ്മൾ വലിയ ടെൻഷനാണ് ഗൈസ്. ഇപ്പൊ എന്തോ ആയിത്തീരും എങ്ങനെ ആയിത്തീരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ ഗ്യാസ് സ്റ്റേഷൻ ഇനി ഒരു രക്ഷയില്ല ഗൈസ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോലും ഒരാൾ ഇവിടെ എത്താൻ ചാൻസ് ഇല്ല. ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കി. ഇന്നലെ ഇറക്കി ഞങ്ങളിവിടെ സ്പോട്ട് ഗൈസ്. നമ്മളിപ്പോ ഇപ്പൊ സാധനങ്ങളൊക്കെ ഇറക്കി നമ്മള് ദിവസമായിട്ട് നടന്നു പോകുന്നുണ്ട്. നമ്മളിവിടെ സ്പോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലക്കുണ്ട്. കാരണം നമ്മൾ ഇത്ര നേരത്തെ വന്നോണ്ട് നമുക്കൊരു സ്പോട്ട് കിട്ടി. വീക്കെൻഡൊക്കെ ആണ്ട് കിട്ടാൻ പാടാണ്. ഇവിടെ ഗൈസ് ഫയറൊക്കെ ഇടുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വിന്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫയർ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഗൈസ്. കാരണം ഇവിടെ ഫയറിന്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് കയറി പിടിക്കുക. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു സ്പോട്ട് ഹട്ട് ചെയ്യും. കണ്ടോ ഗൈസ് ഏതാണ് വൈബ്. ഓ ജോസേട്ടാ ഏതോ വ്യൂ. നമുക്കിവിടെ ഇറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഫുള്ള് നമ്മുടെ ക്യാമ്പിംഗ് സെറ്റപ്പ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത്. ഓണല്ലേ പരിപാടി തുടങ്ങി കഴിഞ്ഞു. കുക്കിങ്ങിന്റെ അഗ്രഹ ജോസേട്ടൻ തന്നെയാണ്. പക്ഷേ ഗൈസ് ഇത് ചങ്ക, ഞാനിത് കഴിക്കത്തില്ല. എനിക്കുള്ള പ്രോട്ടീൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വർക്കൗട്ടൊക്കെ ആയുണ്ട്. പക്ഷെ ഇന്ന് ഇച്ചിരി ചീറ്റിംഗ് ഉണ്ട്. കുഴപ്പമില്ല. ചില വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പീക്കർ, നമ്മുടെ ക്യാമ്പിംഗ് ചെയർസ് എല്ലാം സെറ്റായി വരുന്നേ ഉള്ളൂ. ഞങ്ങളൊന്ന് ആക്കുന്നേ ഉള്ളൂ. അവിടെ നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഗാർബേജ് ഞങ്ങൾ ഇവിടെ ഇടത്തില്ല. ഗാർബേജൊക്കെ അന്നേരം മാറ്റും. പിന്നെ അതിനല്ല ലിറ്റർ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ 2000 രൂപ ഫൈനും ഉണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ഇതാണ് ഈ വ്യൂയിൽ നിന്ന് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഗൈസ് ഈ ഒരു സെറ്റപ്പ് ഒന്ന് വയ്ക്കും. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഫ്രെയിം വേറെ ലെവല്. ഈ സിനിമ അങ്ങനെ അത് മിണ്ടുന്നില്ല. അതാണ് പ്രശ്നം. ഒട്ടും കരിഞ്ഞിട്ടില്ല ഗൈസ്. ഇപ്പൊ അത്യാവശ്യം വെയിലൊക്കെ വന്നു. നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഷെബിൻ ബ്രോ നമുക്ക് നമ്മുടെ പാത്രമൊക്കെ കഴിയാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. നമ്മളിനി ഒരു ചില ദോശ ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ്. വൈബ് ഈ വ്യൂ നോക്കുക ഗൈസ്. ഇത് കണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ജോസേട്ടൻ ഇവിടെ ഉണ്ട്. ജോസേട്ടൻ ഓണല്ലേ? ആദ്യം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. നമ്മുടെ നാടൻ ദോശ ചട്നി വൈബ്. ഞാൻ കാര്യം ചെയ്തു. അല്ലൊരു കാര്യം ചോദിക്കണം. നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായി. ജോസേട്ടൻ ഇപ്പൊ ബിസിനസ് റൺ ചെയ്യുവാണ്. എന്തെങ്കിലും ചെറിയ വേക്കൻസീസ് എന്തെങ്കിലും ജോസേട്ടൻ ഓപ്പൺ ആയിട്ടുണ്ട്? എന്തെങ്കിലും ജോസൻ ഇപ്പൊ കാൽഗറിൽ എന്തെങ്കിലും നോക്കുന്നുണ്ട് ആളുകൾ? അല്ലെങ്കിൽ വാൻകൂവറിൽ ജോസന് വെയർ ഹൗസസ് ട്രക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ. ഗൈസ് വൈവാണ്. ഷെബിൻ ബ്രോ പാത്രമൊക്കെ കഴുകി സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ജോസേട്ടനുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. ജോസനാ കഴിഞ്ഞ ദിവസം നമ്മുടെ പോർഷയുടെ ഒരു കീ ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. എല്ലാവരും എനിക്ക് കൺഗ്രാജുലേഷൻസ് ഗൈസ്. അത് ഞാൻ എടുത്ത വണ്ടിയല്ല, ജോസേട്ടന്റെ വണ്ടിയാണ്. ജോസേട്ടന്റെ കാർ കളക്ഷന്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓഡി, പോർഷെ, അക്കോഡ് അങ്ങനെ 5-6 വണ്ടികളുണ്ട്. ഇപ്പൊ അതിപ്പോ നമുക്ക് ചെയ്യാം, വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ജോസേട്ടൻ ഇപ്പൊ കാൽഗറി വാൻകൂവറിലൊക്കെ ബിസിനസ് ആണല്ലോ. എന്തെങ്കിലും പ്രേഷർ? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതായത് നമ്മുടെ നാടൻ ദോശ. നാടൻ എവിടെ പോയാലും നമ്മൾ മലയാളികളാണ്. എന്റെ കുക്കിങ്ങിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് ക്ഷമിക്കുക. കാരണം ഷെബിൻ ബ്രോയും ജോസേട്ടനാണ് ഇതിന്റെ മെയിൻ കുക്കിങ്ങിന്റെ ആളുകളെന്നൊക്കെ പറഞ്ഞത്. ഞാനൊന്ന് അത് സൂപ്പർവൈസ് ചെയ്ത് കൊടുക്കും. ബാക്കി അവരെങ്കിൽ ഓണല്ലേ
ഗൈസ് ഫുഡ് അങ്ങനെ പല പരിപാടികളാണ്. ഇപ്പോഴും സോസേജ് കുക്ക് ചെയ്യുന്നു. ഇതൊരു രസമാണ് ഗൈസ്, ഇങ്ങനെ ഒരു വൈബി വന്നിരുന്ന് കുക്ക് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി. ജോസേട്ടനാണെങ്കിൽ അപ്പോഴും ബിസിനസ്സാണ്. ബിസിനസ് 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 അല്ലേ? സിനിമാണ്ട് ശരിക്കാ നിങ്ങള് അമ്മേ തായ എന്നുള്ള ആ ഒരു ആൽബത്തിലെ ബാലതാരമാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻക്വയറി ചെയ്തു. പിന്നെ അത് തന്നെയല്ല, പല ഫേമസ് സിനിമയുടെയും ഏതാ ലൈക്ക് കല്യാണരാമൻ, നരസിംഹം, പോക്കിരി രാജ തുടങ്ങിയ പടങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ പേരെടുത്ത് വയ്ക്കും. ലിനു ആന്റണി എന്നൊരു പേര് കാണും. ആ ലിനു ആന്റണിയുടെ അനിയനാണ് ഈ നിൽക്കുന്നത്. ചുമ്മാ അനിയനാണ് ഈ നിൽക്കുന്നത്. പിന്നെ ജോസേട്ടനെ പറ്റി പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ. ആള് ബിസിനസ് മാഗ്നറ്റ് ആണ് പുള്ളി. ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം പോർഷയുടെ കീ കിട്ടപ്പോൾ എന്നൊക്കെ എല്ലാവരും കൺഗ്രാജുലേഷൻസ്. അത് എൻ്റെ വണ്ടിയല്ല ഗൈസ്, എൻ്റെ വണ്ടിയല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കെടുക്കാം, നമ്മുടെ സ്വന്തം പോലെ. പക്ഷേ അത് ജോസേട്ടൻ്റെ വണ്ടിയാണ്. ജോസേട്ടൻ്റെ കാർ കളക്ഷൻ, ജോസേട്ടൻ്റെ ഗരാജിലേക്ക് മറ്റൊരു അതിഥി കൂടി, പോർഷെ മക്കാൻ. അടുത്ത സെറ്റ് ഓഫ് സോസേജ് സെറ്റ് ആയിക്കൊണ്ടിരിക്കും. ജോസേട്ടന് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉള്ളു ഗൈസ്. അപ്പോൾ ജോസേട്ടാ ഞാനിപ്പോൾ ജോസേട്ടൻ്റെ കാര്യം പറയാം. ജോസേട്ടന് ഇപ്പോൾ വെയർ ഹൗസസ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, ട്രക്കിംഗ് ഉണ്ട്, ഷിപ്പിംഗ് ഉണ്ട്, പല പരിപാടികളുണ്ട്. ജോസേട്ടൻ ഈ എല്ലാത്തിലും ഫോക്കസ് ചെയ്തോ, ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നതല്ലേ നല്ലത്? ഈ പലതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ബെനിഫിറ്റ് എന്തോ? ബ്രോ ഇതാണ് നമ്മൾ വിചാരിക്കും. നമ്മൾ ഈ സാധാരണക്കാരെന്ത് ചെയ്യും? ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യും. പക്ഷെങ്കിൽ ഇതുപോലുള്ള ബിസിനസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അത് ക്യാഷ് പലയിടത്തും കിടന്ന് ഗ്രോ ചെയ്യും. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയാലും പറ്റാത്തടത്തു നിന്ന് അത് ഗ്രോ ആയി കയറി വരും. അതാണ് ബിസിനസ്. ജോസേട്ടൻ പലതും പഠിക്കാനുണ്ട്. ഞാൻ ഇങ്ങനെ എത്രക്കണക്കിന് ഓരോന്ന് പഠിച്ചത്. ഗൈസ് ഓൾമോസ്റ്റ് ഞങ്ങൾ ആ ഒരു എൻഡിങ്ങിലോട്ടായി. ചെറുതൊക്കെ നല്ല ടയർഡാണ്, തെറ്റാണ്. ചുമ്മാരെ ഭക്തിയാന്ന് വെച്ചിട്ട് ആളൊന്നും അങ്ങനെ കള്ളം അടിക്കത്തില്ല. ജോസേട്ടൻ ജോസേട്ടാ ഞാൻ ജോസേട്ടന് വളരെ സീരിയസ് ആയിട്ട് കാര്യം ചെയ്യാൻ പോവാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് കൂടെ പ്രയോജനമുള്ളൊരു കാര്യം. ഇപ്പൊ ജോസേട്ടന് കാൽഗറി വാൻകൂവർ ഒക്കെ ബിസിനസ്സാണ്. ജോസേട്ടൻ ഇപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ വേക്കൻസി നമ്മുടെ പ്രേക്ഷകർ ഇപ്പൊ ഒന്നാമത് ഈ ഒരു പലരും പല ഹാർഡ് ടൈമിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ജോസേട്ടൻ എങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെയാണ് നോക്കുന്നത്? എങ്ങനെയാണ്? വേറെ വർക്കേഴ്സ് ആണോ, അതോ ഫോർക്ലിഫ്റ്റ് ആണോ, അതോ ട്രക്ക് ഡ്രൈവേഴ്സിനെയാണോ? എങ്ങനെയുള്ളവരെ ജോസേട്ടൻ നോക്കുന്നത്? അപ്പൊ അത് ഒന്ന് ലിങ്ക് ഒന്ന് പറഞ്ഞാൽ അല്ല, അത് ഇതിന്റെ കാര്യങ്ങളുണ്ട്. അതേ പറഞ്ഞു ഞങ്ങളിപ്പോൾ എല്ലാം പാക്കപ്പ് ചെയ്തു. ജോസേട്ടൻ ഷെമിങ്ങിലൂടെ എല്ലാം എടുത്ത് വെക്കുന്നു ജീപ്പിലേക്ക്. ഗാർബേജ് സെപ്പറേറ്റ് വെച്ചാൽ മതി കേട്ടോ. കാരണം എന്താ പറയുക, നമുക്ക് പിന്നെ ഡിസ്പോസ് ചെയ്യാം. കാരണം നമ്മൾ ഗാർബേജ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഓർഗാനിക്, പ്ലാസ്റ്റിക് അങ്ങനത്തെ സംഭവങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ജോസേട്ടൻ വേറെ ലെവല്. ഞങ്ങളിപ്പോ ക്യാമ്പിങ്ങിന്റെ സൈഡിൽ ഇതെല്ലാം പാക്കപ്പ് ചെയ്തിട്ട് നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. ചെവിക്കാണ് ജീപ്പ് ഓടിക്കുന്നത്. ജോസേട്ടൻ ബാക്കിലുണ്ട്. അമിക്കോ. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നു ദോശ ക്ലബിൽ ചെന്ന് ചെറിയൊരു ആപ്പിറ്റൈസർ വേറെ തന്നെ വൈകും. അപ്പൊ ഗൈസ് ഞങ്ങൾ ഈ വ്ലോഗ് എൻഡ് ചെയ്യുന്നു. ഞങ്ങൾ നേരെ ദോശ ക്ലബിൽ വന്ന ഓരോ പരിപാടി കഴിച്ചു. ഭയങ്കര ചൂടാണ് ഗൈസ്. അപ്പൊ അത് സെറ്റാക്കി. ഷെവിംബ്രോ ഇവിടെ ഉണ്ട്, സിനിമാടൻ, ബിസിനസ് മാഗ്നറ്റ്. നമ്മൾ ഈ വ്ലോഗ് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്നു. കീപ് സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അടിച്ചു പൊളിക്കുക, എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്തിനും പറയാനുണ്ടോ? ശുഭരാത്രി. താങ്ക് യു.